എല്ലാവർക്കും നമസ്കാരം. നാളെ ജൂലൈ 3-ാം തീയതി, അതായത് 3/7/2027 വെള്ളിയാഴ്ചയാണ്. അന്ന് സങ്കടഹര ചതുർത്ഥിയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്രാവശ്യം ചതുർത്ഥി തുടങ്ങുന്നത് നാളെ രാവിലെ 11:20 അവസാനിക്കുന്നത് ജൂലൈ 4-ാം തീയതി ശനിയാഴ്ച 12:39 എപ്പോഴും നമ്മൾ ചതുർത്ഥി വ്രതമെടുക്കുമ്പോൾ ചന്ദ്രോദയ സമയം നോക്കി വേണം ചതുർത്ഥി വ്രതം എടുക്കാൻ. ഓരോ ചതുർത്ഥിക്കും പേരുകളുണ്ട്. ഈ മാസം വരുന്ന ചതുർത്ഥിയുടെ പേര് കൃഷ്ണ പിംഗള ചതുർത്ഥി എന്നാണ്. കൃഷ്ണ പിംഗളം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കൃഷ്ണന്റെ ആ ഒരു നിറവും, പിംഗളം എന്ന് പറയുന്നത് നല്ല സ്വർണ്ണ വർണ്ണത്തോടു കൂടിയത് എന്നും ആണ്. അതിൽ നിന്നും അർത്ഥമാക്കുന്നത് നല്ല കറുത്ത നിറത്തിലുള്ള സ്വർണ്ണവർണ്ണത്തിലുള്ള ഗണപതി ഭഗവാനെയാണ് ആരാധിക്കുന്നത്, ഈ ദിവസം ആരാധിക്കുന്നത് എന്നാണ്. സങ്കടഹര ചതുർത്ഥി വ്രതം എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് നമ്മളുടെ വീട്ടിലുള്ള വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമമായ ഓം ഗം ഗണപതയെ നമ എന്ന് 108 തവണ ജപിച്ച് ഭഗവാന് കറുകമാല സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ്. അതിനുശേഷം ഗണപതി ക്ഷേത്രത്തിൽ പോയി നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്താവുന്നതാണ്. ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുമ്പോൾ സന്ധ്യയ്ക്കാണ് പൂജകളെല്ലാം ചെയ്യാറുള്ളത്. കൃഷ്ണ പിംഗള ചതുർത്ഥിയിൽ നമ്മൾ ചെയ്യേണ്ടത് 3 ചിരാതെടുത്ത് അതിൽ നെയ്യൊഴിച്ച് തെളിയിക്കുക എന്നുള്ളതാണ്. മണ്ണിന്റെ ചിരാതാണ് വേണ്ടത്. ആ 3 ചിരാതിന്റെ അടിയിലും വെള്ളരുക്കിന്റെ ഇല കിട്ടുകയാണെങ്കിൽ അത് വയ്ക്കാവുന്നതാണ്. വെള്ളരുക്കിന്റെ ഇല കിട്ടിയില്ലെങ്കിൽ വെറ്റിലയോ അല്ലെങ്കിൽ ആലിലയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 3 ഇലയും കിട്ടിയില്ലെങ്കിൽ താമ്പാളം അല്ലെങ്കിൽ വാഴയില, അതിലേതെങ്കിലും ഒന്നിൽ വച്ചാൽ മതിയാകും. ഈ 3 ദീപങ്ങളും കിഴക്കോട്ട് ദർശനമായിട്ട് വേണം വയ്ക്കേണ്ടത്. ഈ 3 ദീപത്തിലും പച്ചക്കർപ്പൂരം ഇടാവുന്നതാണ്. പച്ചക്കർപ്പൂരം വീട്ടിൽ ധനം വന്നു കയറാൻ നല്ലതാണ്. ദീപം കൊളുത്തിയതിനു ശേഷം 3 ഏലക്ക എടുത്ത് അത് കയ്യിൽ മുറുക്കി പിടിക്കുക. അതിനുശേഷം ഓം ഗം ഗണപതയെ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അതിനുശേഷം ശ്രീം എന്നുകൂടി 108 തവണ ജപിക്കാവുന്നതാണ്. അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആ 3 ഏലക്കായും ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മളുടെ പേഴ്സിൽ വയ്ക്കാവുന്നതാണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പേഴ്സിൽ വേണം വയ്ക്കാൻ. അതിനുശേഷം 1 മാസത്തിന് ശേഷം അതെടുത്ത് ആരും ചവിട്ടാത്തെടുത്ത് കളയാവുന്നതാണ്. ഇത് നമുക്കെപ്പോഴും ധനവരവ് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇപ്രാവശ്യം ചതുർത്ഥി വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഗണപതി ഭഗവാനെയും ലക്ഷ്മി ദേവിയുടെയും നാമം ചൊല്ലിയായ ഇലയ്ക്ക പേഴ്സിൽ വയ്ക്കുന്നത്. നമുക്കറിയാം, ഗണപതി ഭഗവാൻ ഭക്ഷണപ്രിയനാണ്. അതുകൊണ്ട് പൂജയുടെ സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള പഴം, അവിൽ, മലർ കൂടാതെ മോദകവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. ഇതൊന്നും സാധിക്കില്ല എങ്കിൽ ക്ഷേത്രത്തിൽ കുറച്ച് പഴം വാങ്ങി നേദിക്കാൻ കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഒരു നാളികേരമോ ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. ഗണപതി ഭഗവാന് നമ്മൾ എപ്പോഴും എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് ഒരിക്കലും മുട്ടുണ്ടാവുകയില്ല. നമ്മളുടെ വീട്ടിൽ എന്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് എങ്കിലും അതിൽ 2 എടുത്ത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. സങ്കടഹര ചതുർത്ഥിയിൽ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥന സങ്കട നാശന ഗണപതി സ്തോത്രമാണ്. ഇത് 1 തവണയോ 3 തവണയോ നമുക്ക് ജപിക്കാവുന്നതാണ്. അത് എല്ലാ ദിവസവും ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. നമ്മളുടെ സങ്കടങ്ങൾ നീങ്ങുന്നതിനും കടങ്ങൾ നീങ്ങുന്നതിനും എല്ലാം ഇത് സഹായിക്കുന്നു.
എല്ലാ ദിവസവും ചൊല്ലുവാൻ സാധിച്ചില്ലെങ്കിലും മാസത്തിൽ വരുന്ന 2 ചതുർത്ഥി ദിനങ്ങളിലെങ്കിലും ഇത് ചൊല്ലുവാൻ ശ്രമിക്കുക. സങ്കടഹര ചതുർത്ഥി വ്രതം എടുക്കുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഒന്നും കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും. ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ചെയ്യാവുന്നതാണ്. ആഹാരം കഴിച്ച് വ്രതം എടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം അരിയാഹാരം ഒഴിവാക്കി ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. രാത്രിയിൽ ചന്ദ്രഭഗവാനെ നോക്കി വണങ്ങിയതിന് ശേഷം ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ചതിന് ശേഷം ഗണപതി ഭഗവാന് നേദിച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാവുന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് വ്രതം എടുക്കേണ്ടത്. വ്രതം അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്രഭഗവാനെയും നോക്കി വണങ്ങി ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ചിട്ട് വേണം വ്രതം അവസാനിപ്പിക്കാൻ. ഇപ്പോൾ ചന്ദ്രഭഗവാനെ കാണാൻ സാധിച്ചില്ല എങ്കിൽ ചന്ദ്രഭഗവാന്റെ ഒരു ഫോട്ടോ നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എല്ലാവരും ചതുർത്ഥി വ്രതമൊക്കെ എടുത്ത് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.